ഹായ്, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ ബൾബ് ആൻഡ് ബീക്കർ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 7ഓളം സബ്ജക്റ്റുകൾ ഇപ്പോൾ എയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പുതിയൊരു സബ്ജക്ട് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ ഇലക്ട്രിക്കൽ അല്ലാത്ത അതർ ബ്രാഞ്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സബ്ജക്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇതിന്റെ ഇലക്ട്രിക്കലിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതർ ബ്രാഞ്ച് സ്റ്റുഡൻസിന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോഴും പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതും അതേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, മെയിനായിട്ട് അതർ ബ്രാഞ്ച് സ്റ്റുഡൻസ് അതേപോലെ ഇലക്ട്രിക്കൽ ബേസിക് അറിയേണ്ട ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് ബേസിക്സ് ഓഫ് വയറിംഗ് സിസ്റ്റം. അതായത് ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ബേസിക്സ്, അതേപോലെ ലൈറ്റിംഗ് സിസ്റ്റം, അതേപോലെ വയറിങ്ങിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കലുള്ള പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ്, ഇതിനൊക്കെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്ട് സീരീസിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ നീഡ്സിൽ പെട്ട ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് അവന്റെ പാർപ്പിടം എന്ന് പറയുന്നത്, അല്ലെ? താമസിക്കാൻ നല്ലൊരു ഇടം കിട്ടുക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പഠിക്കുന്നത് എന്തിനാ? ജോലി കിട്ടാൻ വേണ്ടിയിട്ടാ. എന്തിനാ ജോലി എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടൊക്കെ ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ് ആയി സ്റ്റേബിൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോൾ ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് അവന് താമസിക്കാൻ ഒരു ഇടം, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ താമസിക്കാൻ ഒരു ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പ് പോരാ, അല്ലെ? നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ വേണം. ഓക്കെ, ആ ഷെൽട്ടറിന്റെ പ്രത്യേകത എന്തായിരിക്കണം? അത് നമുക്ക് ജീവിക്കാൻ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷെൽട്ടർ ഉണ്ടാക്കുന്നത്? താമസിക്കാനാണെങ്കിൽ താമസിക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്, ഇപ്പൊ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ, ഒരു അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഷെൽട്ടർ. ഓക്കെ, എന്തിനാണോ നമ്മളത് ആ ഒരു ബിൽഡിംഗ്, എന്തുദ്ദേശത്തിലാണോ നമ്മൾ ആ ഒരു വാസസ്ഥലം അല്ലെങ്കിൽ ഷെൽട്ടർ ഉണ്ടാക്കുന്നത്, ആ ഒരു പർപ്പസ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ വാസസ്ഥലം വേണം, അല്ലെ? അത് മനുഷ്യന്റെ ഒരു ഫണ്ടമെന്റൽ നീഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, അല്ലെ? അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരു ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബിൽഡിംഗ്, അല്ലെ? ഒരു ഹോം അല്ലെങ്കിൽ ഒരു വീട്, അല്ലെ ഒരു വർക്ക് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്, അല്ലെ? ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഈ ബിൽഡിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവുക? ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിനൊരു റൂഫ് ഉണ്ടാവും, വാൾ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കൺസെപ്റ്റ്. റൂഫും വാളും ഒക്കെ അടങ്ങിയ ഒരു പെർമനന്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബിൽഡിംഗ് എന്ന് പറയാം. പക്ഷേ ഒരു റൂഫും വാളും ഉള്ള ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, ജസ്റ്റ് ഒരു റൂഫും വാളും ഉള്ള ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് നമ്മൾ താമസിക്കാനാണെങ്കിൽ താമസിക്കാൻ കഴിയും. വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ കുറെ എന്ത് വേണം? സർവീസസ് വേണം, അല്ലെ? അവിടെ കുറെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ വേണം. ഒരു വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ഒരു റൂഫും വാളും കിട്ടിയിട്ട് ഇന്ന് ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? അവിടെ ഫെസിലിറ്റീസ് വേണം. നമുക്ക് ആ ഒരു കണ്ടീഷൻ, ഇപ്പോൾ ജീവിക്കുകയാണെങ്കിൽ താമസിക്കാൻ ആവശ്യമായ അറ്റ്മോസ്ഫിയർ ആൻഡ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ വേണം. അതേപോലെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ആംബിയൻസ്, വർക്കിംഗ് ആംബിയൻസ് വേണം. അതിലുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ വേണം, അല്ലെ? അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നീഡ് അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് ആണ് നമ്മൾ ഷെൽട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസിന് താമസിക്കാൻ വേണ്ടി നമ്മൾ ബിൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എഡ്യൂക്കേഷണൽ പർപ്പസിന്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബിൽഡിംഗ്, സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. ബിസിനസ്സിന് വേണ്ടി ബിൽഡിംഗ് ഉണ്ട്. ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഉണ്ട്. റിലീജിയസ്, മതപരമായ അതിന് വേണ്ടിയിട്ട് ടെമ്പിൾ, മോസ്ക്, അതേപോലെയുള്ള കാര്യങ്ങൾ, ചർച്ചൊക്കെ ഉണ്ട്, അല്ലെ? റിലീജിയസ് ആയിട്ടുള്ള ബിൽഡിംഗ്. അതേപോലെ ഷോപ്പുകളുണ്ട്, സ്റ്റോറുകളുണ്ട്, മാളുകളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അതേപോലെ നമ്മൾ കോൺഫറൻസ് ഹാളുകൾ, ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഷെൽട്ടർ അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം ഒരുപാട് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഒരു സ്ട്രക്ചർ ദാറ്റ് ഹാസ് എ റൂഫ് ആൻഡ് വാൾ, ഒരു റൂഫും വാളും ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിന്റെ മെയിൻ എയിം എന്താണ്? പ്രൊവൈഡ് ഷെൽട്ടർ ടു ഇറ്റ്സ് ഒക്കുപ്പന്റ്. അതിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, അതിൽ ഉള്ള ഒക്കുപ്പൻസിന് എന്ത് ചെയ്യുക, ഷെൽട്ടർ കൊടുക്കാനുള്ള ഒരു പെർമനന്റ് സ്ട്രക്ചറിനെയാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിൽഡിംഗ് ഏറ്റവും യൂസ്ഫുൾ ആവണമെങ്കിൽ, അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ബിൽഡിംഗ് ആണെന്ന് പറയണമെങ്കിൽ, ജസ്റ്റ് ഒരു റൂഫും വാളും ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ആണെന്ന് പറയുമെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ കുറച്ച്, അതായത് കംഫർട്ടബിൾ ആയിരിക്കണം. അതേപോലെ അതിലൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും, വർക്ക് ചെയ്യാനുള്ള സ്റ്റേ ചെയ്യാനുള്ള എന്തിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാവണം അല്ലെ. അപ്പോൾ ഒരു ബിൽഡിങ്ങിനെ അത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടും ലിവബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ, വർക്കബിൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെല്ലാം കൂടി നമ്മൾ പറയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഒരു ലിവബിൾ കണ്ടീഷൻ, കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ലൈറ്റിംഗ് വേണം അല്ലെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ലൈറ്റ് വേണം അല്ലെ. അതേപോലെ വാട്ടർ സപ്ലൈ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലംബിംഗ് വർക്കുകളൊക്കെ അവിടെ നടക്കണം അല്ലെ. അതേപോലെ അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് വേണം, അതേപോലെ നമ്മുടെ ഫയർ അലാം, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ വേണം അല്ലെ. അപ്പോൾ ഒരു ബിൽഡിംഗ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസബിൾ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യത്തിന് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൽ കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ഒരു ബിൽഡിംഗ് ഏറ്റവും കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടും അതേപോലെ ലിവബിൾ കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടും സേഫ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് എല്ലാം കൂടി നമ്മൾ പറയുന്ന പേരാണ് ബിൽഡിംഗ് സർവീസസ് എന്ന പേരിൽ അറിയപ്പെടുക. ബിൽഡിംഗ് സർവീസസ്. ഓക്കെ, അപ്പൊ ബിൽഡിംഗ് സർവീസസും കൂടി പ്രൊവൈഡ് ചെയ്താലേ ഒരു ബിൽഡിംഗ് ഒരു ലിവബിൾ, സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബിൽഡിംഗ് സർവീസസ്? അപ്പോൾ ബിൽഡിംഗ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ എല്ലാ ഫെസിലിറ്റിയും വേണം, നമുക്കൊരു കംഫർട്ടായിട്ട് ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും വേണം. അപ്പോൾ ഈ ബിൽഡിംഗ് സർവീസ് പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണുള്ളത്. ഓക്കെ, ബിൽഡിംഗ് സർവീസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് മെക്കാനിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബിൽഡിങ്ങിൽ വേണം, മെക്കാനിക്കൽ സർവീസസ്. ഓക്കെ, അതേപോലെ രണ്ടാമത്താണ് ഇലക്ട്രിക്കൽ സർവീസസ് വേണം. മൂന്നാമത്താണ് പ്ലംബിംഗ് സർവീസസ് വേണം. അപ്പൊ വേർഡിൽ തന്നെ ഉണ്ട് ഇതിലൊക്കെ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുക, മെക്കാനിക്കൽ എന്താണ്, ഇലക്ട്രിക്കൽ എന്താണ്, പ്ലംബിംഗ് എന്താണ്. ഇതിനെ ചുരുക്കിയിട്ടാണ് MEP സർവീസസ് എന്ന് പറയാം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സർവീസസ്. അപ്പൊ ഇത് കേട്ടിട്ടുണ്ട്, ഒരുപാട് കോഴ്സസ് ഒക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് MEP കോഴ്സസ് ഒക്കെ ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് ഈ MEP കോഴ്സ് ചെയ്തിട്ട് നല്ല നല്ല ജോലികളിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്. അതായത് ഒരു ബിൽഡിങ്ങിന് വേണ്ട ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസസിനെയാണ് നമ്മൾ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 കാറ്റഗറിയാണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്. ഇനി ഇതിൻ്റെ ഒക്കെ അണ്ടറിൽ ഏതൊക്കെയാണ് വരിക? നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കലാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ സർവീസസിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ MEPനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. മെക്കാനിക്കലിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, പ്ലംബിങ്ങിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കാം. മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്ന സർവീസസ് ആണ് ഒന്ന് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, അതായത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അതേപോലുള്ള സാധനങ്ങൾ, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്താണ് എസ്കലേറ്റേഴ്സ്, എലിവേറ്റേഴ്സ്. ഒക്കെ ഇപ്പോൾ 2-3 നിലകളിലൊക്കെ വീടോ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ എസ്കലേറ്റേഴ്സ്, എലിവേറ്റേഴ്സ് ഒക്കെ വേണം. ഈ മാളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമത്താണ് HVAC, അതായത് ഹീറ്റിങ്ങിനും അതേപോലെ വെന്റിലേഷനും ഒക്കെ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് HVAC മെക്കാനിക്കൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ദെൻ ഗ്യാസ് സപ്ലൈ സിസ്റ്റം, അതായത് ഇപ്പോൾ ഗ്യാസ് സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ ഹീറ്റിങ്ങിനും അതേപോലെ കുക്കിങ്ങിനും ഒക്കെയാണ് ഗ്യാസ് സപ്ലൈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതേപോലെ ബിൽഡിംഗ്, മാള്, ഷോപ്പുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഓക്സിജൻ, നൈട്രജൻ സപ്ലൈക്ക് ഒക്കെ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് സപ്ലൈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാ നോക്കാം. ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ വരുന്നത് പ്രധാനമായിട്ടും ഒന്ന് പവർ സപ്ലൈ സിസ്റ്റം. ഓക്കെ, പവർ സപ്ലൈ, അതേപോലെ ബാക്കപ്പ് പവർ. ഓക്കെ, പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കപ്പ് പവർ ആയിട്ട്, അതേപോലെ എമർജൻസി പവർ. ഈ 3 എണ്ണമാണ് ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ വരുന്നത്. അടുത്തതാണ് പ്ലംബിങ്ങിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കാം. പ്ലംബിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രധാനമായിട്ടും വാട്ടർ സപ്ലൈ സിസ്റ്റം. ഓക്കെ, ത്രൂ ഔട്ട് ദ ബിൽഡിങ്ങിന് വാട്ടർ സപ്ലൈ
പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ദെൻ വേസ്റ്റ് ഡ്രെയിനേജ്, ഓക്കെ, വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം, അതേപോലെ വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടാണ്. ദെൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് പ്ലംബിങ്ങിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ പുറമെ തന്നെയാണ് ലോ വോൾട്ടേജ് സിസ്റ്റം ഓർ ഡാറ്റാ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. അതായത് അതിൽ വരുന്നതാണ് സെക്യൂരിറ്റി, അതേപോലെ ഫയർ അലാം, അതേപോലെ പിന്നെ കേബിൾ ഫോർ TV, അതേപോലെ ഡാറ്റ നെറ്റ്വർക്ക്, ഇതൊക്കെ വരുന്നതാണ് പിന്നെ ലോ വോൾട്ടേജ് സിസ്റ്റം ഓർ ഡാറ്റാ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഒക്കെ ഇൻക്ലൂഡഡ് ആവുന്നതാണ് ഈ ഒരു കാറ്റഗറി. അപ്പോൾ ബിൽഡിംഗ് സർവീസസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. MEP സർവീസസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഓരോന്നിന്റെ അണ്ടറിൽ എന്താന്ന് നമ്മൾ പറഞ്ഞു സ്ലൈഡായിട്ട്. അപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതിൽ ഇലക്ട്രിക്കലാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ ഒരു ബിൽഡിംഗ് സർവീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇലക്ട്രിക്കൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സർവീസസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഓരോ കാറ്റഗറിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. അപ്പൊ ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. അപ്പൊ ഇലക്ട്രിക്കൽ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. അതായത് പവർ സപ്ലൈ സിസ്റ്റം, ബാക്കപ്പ് പവർ, അതേപോലെ എമർജൻസി. ഓക്കെ, ആ സിസ്റ്റങ്ങളൊക്കെയാണ് വരുന്നത്. എമർജൻസി പവർ സപ്ലൈ ഒക്കെയാണ് എന്തിൽ വരുന്നത്, ഇലക്ട്രിക്കലിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി അതിന്റെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക, അതൊന്നുകൂടി ബ്രോഡ് ആക്കാം. ഓക്കെ, ഒന്നുകൂടി നമുക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയാം അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള സ്ലൈഡ് ഒന്ന് നോക്കാം. ഇലക്ട്രിക്കൽ സർവീസസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഒന്ന് ഇലക്ട്രിക്കൽ വയറിംഗ്, ഓക്കെ, രണ്ടാമത്തത് കേബിൾസ്, മൂന്നാമത്തത് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സ്, അതേപോലെ ലൈറ്റിങ്, പിന്നെ അതേപോലെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്, അതേപോലെ എർത്തിങ്, അതേപോലെ ലൈറ്റ്നിങ്. ഇത്രയും ആണ് ഇലക്ട്രിക്കൽ സർവീസസിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നേരത്തെ മുകളിൽ നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ ഇലക്ട്രിക്കൽ വരുന്ന ആ 3 കാറ്റഗറിയിലും നമ്മൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ഒരു 3 ഇലക്ട്രിക്കൽ സർവീസസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ സർവീസസിലുള്ള ഒരു 3 പിന്നെ സർവീസ് ഉണ്ട്. അതായത് പിന്നെ നമ്മൾ പറഞ്ഞു പവർ സപ്ലൈ, അതേപോലെ ബാക്കപ്പ് പവർ, അതേപോലെ എമർജൻസി പവർ. ഓക്കെ, അത് 3 സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിൽ പെട്ടതാണ് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ വയറിംഗ്, ആ കാര്യങ്ങൾ, കേബിൾസ് ഒക്കെ കേബിൾസിനെ കുറിച്ചും പ്രൊട്ടക്റ്റീവ് ഡിവൈസസിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ സർവീസസ് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ആ ഒരു ബിൽഡിങ്ങിൽ, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്ത് ബിൽഡിംഗ് ആണോ ആ ബിൽഡിങ്ങിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഓരോന്നും, വയറിംഗ് ഏതൊക്കെ ടൈപ്പാണ് വയറിംഗ് ഉള്ളത്, അതേപോലെ വയറിംഗിന് വേണ്ടി നമ്മൾ കേബിളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ പിന്നെ ലൈറ്റിങ്ങിനും എല്ലാ ഇതിനും ഒരേ കേബിൾ അല്ല, കേബിളിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ പിന്നെ നമ്മൾ അവിടെ പ്രൊട്ടക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ പിന്നെ നമ്മൾ ലൈറ്റിംഗ് സ്കീമിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ എർത്തിങ്ങിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ക്ലാസ്സുകളിലും. വയറിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ്, ലൈറ്റിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് എന്താണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത് എന്നുള്ളതും ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതും. നമുക്കറിയാം ഏതൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ നീഡ് എന്താണ്, എന്തിനായിരിക്കും ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതിന്റെ ആവശ്യകത അറിഞ്ഞാലേ ആ സബ്ജക്റ്റ് പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞത്, മനുഷ്യന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരാളുടെ, ഹ്യൂമൻ ബീങ്സ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു നീഡാണ് നമ്മുടെ ഷെൽട്ടർ അല്ലെങ്കിൽ പാർപ്പിടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർപ്പിടം അത് കംഫർട്ടബിൾ ആയും ലിവബിൾ കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടും അതിന് കുറച്ച് സർവീസസ് വേണം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഫെസിലിറ്റീസ് വേണം. ആ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് സർവീസസിൽ പ്രധാനമായിട്ടും 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ, രണ്ടാമത്തത് ഇലക്ട്രിക്കൽ, മൂന്നാമത്തെ പ്ലംബിംഗ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഇതായ ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്ട് സീരീസിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ബാക്കി നമുക്ക് വരുന്ന വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിനെ കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് അതർ ബ്രാഞ്ച് സ്റ്റുഡൻസിനൊക്കെ ഈ ഇലക്ട്രിക്കലിനെ കുറിച്ച് തീരെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും എടുത്തത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ നോക്കാം. താങ്ക് യു.